നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയ ഡയലോഗ് അടിക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ അടിക്കണം, അല്ലെങ്കിൽ അടിക്കുന്ന ഡയലോഗൊക്കെ സ്വന്തം മൂട്ടിൽ വന്ന് പൊട്ടും. അതാണല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ. അല്ലെങ്കിൽ തന്നെ തള്ളിമറിക്കാൻ CPM-കാരെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ തോളത്ത് കൈയിട്ട് കേരളത്തിൽ വർഗീയതയുടെ വിത്ത് പാകുകയാണ് പ്രതിപക്ഷമെന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് CPM-കാർ അങ്ങ് മോങ്ങി നിലവിളിക്കുകയാണല്ലോ. എന്നാൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്താണ്? നിങ്ങളുടെ തനിക്കൊണം പുറത്ത് കാണിക്കുന്ന ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് പിണറായിക്ക് നേരെ ചോദ്യവും ചോദിക്കുകയാണ് മലയാളികൾ. ജമാഅത്തെ ഇസ്ലാമിയെ മടിയിലിരുത്തി വലുതാക്കുന്നത് VD സതീശനാണ് എന്ന് MV ഗോവിന്ദനും അതുപോലെ തന്നെ AK ബാലനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെയും തലയാട്ടൽ. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇന്ന് നല്ല 8ന്റെ പണി CPM-കാർക്ക് കിട്ടി. അതായത് ജമാഅത്തെ ഇസ്ലാമി പരിപാടിയുടെ ഉദ്ഘാടകനായി CPM സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച മന്ത്രി V അബ്ദുറഹിമാൻ രംഗത്തെത്തിയത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ CPM-ന്. അപ്പോൾ ഈ കാണുന്നത് എന്താണ് വിജയ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയതയെ ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കും, വർഗീയതയെ ഞങ്ങൾ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറയുന്ന CPM-കാർ തന്നെ ഇപ്പോൾ ഒരവസരം വന്നാൽ പല വേദികളിലും കയറി ഇറങ്ങി നിരങ്ങും. അതുപോലെ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെയും വേദിയിലേക്ക് കയറി പോകുമെന്നും ഇതൊന്നും വലിയ പുത്തരിയല്ല എന്നുമാണ് മലയാളികൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടായിരുന്നു മന്ത്രി എത്തിയത്. മലപ്പുറം താനൂർ പുത്തൻ തെരുവിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ UDF-നെ LDF കടന്നാക്രമിക്കുമ്പോഴാണ് മന്ത്രി തന്നെ ജമാഅത്തെ ഇസ്ലാമി വേദിയിലെത്തിയത്. ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ T ആരിഫ് അലിയും വേദിയിലുണ്ടായിരുന്നു. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കണമെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞു. പരിപാടിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളുമായി കോൺഗ്രസ് നേതാക്കളും കളം നിറഞ്ഞിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൽ വരെ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുന്ന സാഹചര്യം UDF ഭരണമുണ്ടായാൽ ഉണ്ടാകുമെന്ന് AK ബാലന്റെ ആരോപണത്തെ നേരത്തെ മുഖ്യമന്ത്രി പിന്തുണച്ചിരുന്നു. വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഒരു മന്ത്രി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ എത്തിയപ്പോൾ വായിലെ പിരിവെട്ടി നിൽക്കുകയാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM നേതാക്കൾക്കും. ഇവിടെയാണ് നമ്മൾ CPM-ന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി പരിശോധിക്കേണ്ടത്. അതായത് വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുന്ന ശക്തി അത് CPM ആണെന്ന് എല്ലാ വേദികളിലും ഈ CPM നേതാക്കൾ വന്നിരുന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ഇവരുടെ കയ്യിലിരിപ്പ് ശരിക്കും എന്താണ്? SDPI-യുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് ആരാണ്? കേരളത്തിലെ പല പഞ്ചായത്തുകളിലും SDPI-യുടെ പിന്തുണയോടെ ഭരിക്കുന്നത് CPM അല്ലേ? അവരെ ചേർത്ത് നിർത്തുന്നതിൽ CPM-ന് പ്രധാന പങ്കില്ലേ? ആ പങ്ക് പാടെ തള്ളിക്കളയാൻ ഏതെങ്കിലും CPM-കാർക്ക് കഴിയുമോ? പത്തനംതിട്ടയിലെയും അതുപോലെ തന്നെ ആലപ്പുഴയിലെയും ഒക്കെ CPM-ൽ വലിയ കൂട്ടയടി നടന്നത് എന്ത് കാര്യത്തിനായിരുന്നു? SDPI-യുമായിട്ടുള്ള CPM-ന്റെ ബന്ധത്തെ എതിർത്താണ് ആലപ്പുഴയിൽ ഒരു കൂട്ടം ആൾക്കാർ പാർട്ടി വിട്ടുപോയത്. അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? എന്നിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷമാണ് വർഗീയതയെ കൂട്ടുപിടിക്കുന്നത്, കേരളത്തിൽ വർഗീയതയുടെ വിത്ത് പാകുന്നത് എന്ന് പറയാൻ ലെവലേശം ഉളുപ്പ് നിങ്ങൾക്കുണ്ടോ? ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെയും കയ്യിലിരിപ്പ് അത് തന്നെയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ അവർക്ക് വളരെ വലിയ ബന്ധമാണ് ഉള്ളത്. അതൊക്കെ സമ്മതിക്കുന്നു. വർഗീയതയെ ചേർത്ത് പിടിക്കുന്നതിൽ ഇവിടുത്തെ വലതുപക്ഷത്തിനും വലിയ പങ്കുണ്ട്. പക്ഷേ വലതുപക്ഷത്തെ വർഗീയതയുടെ പേരും പറഞ്ഞ് വേട്ടയാടാൻ CPM-ന് എന്താണ് യോഗ്യതയുള്ളത്? നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? വോട്ടിന് വേണ്ടി 10 വോട്ടിന് വേണ്ടിയിട്ടാണ് SDPI-യുമായിട്ടൊക്കെ ചങ്ങാത്തം ചേർന്നിരിക്കുന്നത്. എന്നിട്ടാണ് പ്രതിപക്ഷമാണ് ഇവിടെ വർഗീയത പറയുന്നത്, വർഗീയതയുടെ കൂട്ടുപിടിക്കുന്നത് എന്നൊക്കെ അങ്ങ് നിന്ന് മോങ്ങിക്കളയും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിക്കുമ്പോഴും പാർട്ടി നേതാക്കളുടെ പ്രസ്താവനകൾ വർഗീയ ധ്രുവീകരണത്തിന് വഴിവെക്കുന്നതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. AK ബാലൻ, സജി ചെറിയാൻ തുടങ്ങിയ നേതാക്കളുടെ സമീപകാല പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ താൽപര്യം കൃത്യമായി അറിയാത്തതിനാൽ മറ്റ് നേതാക്കൾ ഇതിൽ പരസ്യമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഭയപ്പെടുകയാണ്. വിവാദ വിഷയങ്ങളിൽ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ വ്യക്തമായ നിലപാട് പറയാത്തത് പൊതുസമൂഹത്തിൽ വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന അഭിമുഖവും തുടർന്നുണ്ടായ വിവാദങ്ങളും സജി ചെറിയാന്റെ പ്രസ്താവനകളും RSS ശൈലിയാണെന്ന വിമർശനമാണ് ഉയരുന്നത്.
മുൻപ് ന്യൂനപക്ഷ വോട്ടുകൾക്കായി പരിശ്രമിച്ചിരുന്ന CPM ഇപ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് ന്യൂനപക്ഷങ്ങളെ അകറ്റുന്ന തന്ത്രമാണോ പയറ്റുന്നത് എന്ന ചോദ്യവും ആരോപണങ്ങളും ശക്തമാകുന്നു. 2012-ൽ NSSും SNDPയും ഒന്നിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ വർഗീയ അജണ്ട എന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയൻ ഇന്ന് അത്തരം നീക്കങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാറിയ രാഷ്ട്രീയ നിലപാടായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. CPMന്റെ ഈ നീക്കങ്ങളിൽ അതൃപ്തിയുള്ള CPI ആകട്ടെ CPM തന്നെ തിരുത്തട്ടെ എന്ന നിലപാടിലും. മലപ്പുറം ജില്ല രൂപീകരിച്ചത് EMS സർക്കാരാണെന്ന് ന്യൂനപക്ഷ സ്നേഹം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു പോന്ന പാർട്ടിയാണ് CPM. എന്നാൽ ജില്ലയെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെടുത്തി CPM വിവാദമുണ്ടാക്കുന്നത് ആദ്യമായിട്ടല്ല. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടേതായി വന്ന അഭിമുഖത്തിൽ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനവും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെടുത്തിയത് വിവാദമായിരുന്നു. ഭിന്നിപ്പിന് വിത്ത് വീണ ശേഷമായിരുന്നു താൻ പറയാത്തത് അഭിമുഖത്തിൽ അച്ചടിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ തിരുത്തു വന്നത്. സജി ചെറിയാനും വർഗീയതയെക്കുറിച്ച് പറയാൻ ജില്ലകളെ കൂട്ടുപിടിച്ചത് RSS രീതിയാണെന്ന വിമർശനമാണ് ഉയർന്നത്. അതായത് കാസർഗോഡും മലപ്പുറവും ചേർത്ത് പിടിച്ചായിരുന്നു സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന. അവിടെ ജയിച്ചവർ ആരാണ്, അവരുടെ പേര് നോക്കിയാൽ മനസ്സിലാകും എന്നൊക്കെയായിരുന്നു സജി ചെറിയാൻ വെച്ചലക്കിയത്. പച്ചയ്ക്ക് വർഗീയത പറയുകയായിരുന്നു സജി ചെറിയാൻ ചെയ്തത്. അപ്പോൾ ഭിന്നിപ്പുണ്ടാക്കാനും വർഗീയത പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത് ആരാണ്? CPM അതിന് വലിയൊരു പങ്ക് ഇപ്പോൾ വഹിക്കുന്നില്ലേ? പിണറായി കാലത്ത് കാണുന്ന കാഴ്ചയാണ് അത്. അതായത് വർഗീയ പരാമർശങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വർഗീയത പ്രചരിപ്പിക്കാനും വർഗീയതയുടെ വിത്ത് പാകാനും CPMും മുന്നിൽ നിൽക്കുകയാണ്. ഇല്ല എന്ന് പറയാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിയില്ല. കാരണം അവർ ഈ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ എതിർക്കുന്നുണ്ട്. ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തി VD സതീശനെ വലിയ രീതിയിൽ കുരുക്കാനായിരുന്നു CPM ശ്രമിച്ചത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നതും അവരെ വാഴിക്കുന്നതും VD സതീശനാണ്. അത് വോട്ടിന് വേണ്ടിയാണ് എന്നൊക്കെ ഈ CPM നേതാക്കൾ മാറിയും തിരിഞ്ഞും കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലേക്കാണ് ഒരു മന്ത്രി തന്നെ പോയിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരക്ഷരം പ്രതികരിക്കാൻ ഒരു CPM നേതാക്കളും ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല. വർഗീയതയ്ക്കെതിരെ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നാണ് CPM പറയുന്നത്. ഇപ്പോഴും കേരളത്തിൽ ഭയപ്പാടായി നിൽക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അരിയും മലരും പൂവും കുന്തിരിക്കവും ഒക്കെ കരുതി വെച്ചോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന്. ആ ഒരു മുദ്രാവാക്യം അത് കേരളത്തിൻ്റെ മതേതരത്വത്തെ വിള്ളൽ വീഴ്ത്തുന്നതായിരുന്നു. എവിടെ നിന്നായിരുന്നു ആ ഒരു മുദ്രാവാക്യം ഉയർന്നത്? അതായത് ആലപ്പുഴയിൽ നടന്ന ഒരു പ്രതിഷേധ റാലിയിൽ ഉയർന്ന മുദ്രാവാക്യമായിരുന്നു. ഈ പറയുന്ന SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ ഒരു റാലിയിൽ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടാണ് ഈ മുദ്രാവാക്യം വിളിപ്പിച്ചത്. അന്നതിൽ വലിയ വിവാദങ്ങൾ കത്തിക്കയറി. അപ്പോഴും കേസെടുക്കാതെ പോലീസ് മാറി നിന്നു. എന്തുകൊണ്ടായിരുന്നു അവർക്കെതിരെ കേസെടുക്കാതിരുന്നത്? SDPIയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. എല്ലാ മതവിഭാഗങ്ങളിലും ഈ വർഗീയ കൂട്ടരുണ്ട്. അവരെ ചെറുത്തു നിൽക്കാനാണ് ഈ കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്താണ് കാണിക്കുന്നത്? അവർ വോട്ടിന് വേണ്ടി വീണ്ടും വീണ്ടും ഇവിടെ വർഗീയതയ്ക്ക് വിത്ത് പാകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീവ്ര ഹിന്ദു ഗ്രൂപ്പുകളും തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും തീവ്ര ഇസ്ലാം സംഘങ്ങളും എല്ലാം ചേർന്ന് ഇവിടെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇവിടുത്തെ ഭരണകൂടവും അതിന് തലയാട്ടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പലരെയും എതിർക്കാൻ ഇവർക്ക് കെൽപ്പില്ലാതെ പോകുന്നു. കാരണം വോട്ട് ബാങ്ക് തകർന്നാലോ ആ പേടി കൊണ്ട് വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുന്ന സമീപനം തന്നെയാണ് ഭരിക്കുന്നവരും കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലാതെ പൊട്ടന്മാരല്ല എല്ലാവരും അന്തം കമ്മികളുമല്ല. എന്തായാലും ഇപ്പോൾ മന്ത്രി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പോയത് വലിയ വിമർശനങ്ങൾക്കും പൊട്ടിത്തെറിക്കും വഴിവെച്ചിരിക്കുകയാണ്. വലതുപക്ഷമാകട്ടെ ഇത് ഒരു വജ്രായുധമാക്കിയിരിക്കുകയാണ്. ഇത് CPMന് നേരെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതിലേക്ക് പ്രതിപക്ഷം ചാടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ പോയി CPM എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല എന്നുള്ള ചോദ്യം അവർ ഉയർത്തുകയാണ്. പെടാപ്പാട് പെടുകയാണ് ഇപ്പോൾ ഈ പാർട്ടിയിലുള്ള CPMലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. കാരണം ഒരു കൂട്ടം ആൾക്കാർ കയറി ഇറങ്ങി നിരങ്ങി ഈ പാർട്ടിയുടെ കഴുക്കോൽ ഊരുകയാണ്. നിലപാടില്ലാത്ത ഒരു പാർട്ടിയായി ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് സഹിക്കുകയല്ലാതെ കണ്ണീർ പൊഴിക്കുകയല്ലാതെ ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പിണറായിയുടെ കൈകളിലാണല്ലോ ഈ പാർട്ടി മുച്ചൂടും മുഴുവനായിട്ടും ഇരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.